എന്താ മനു, ഇതുവരെ കഴിഞ്ഞില്ലേ ഇത്? ഇതപ്പം കഴിയും, കുറച്ച് ഇവിടെ വർക്കുണ്ട്. ആ ചൂടുണ്ടേ. നാളെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പൊ കുറച്ച് പെട്ടെന്ന് വർക്ക് തീർത്ത് കഴിഞ്ഞാലേ നാളെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചുറ്റാൻ പോകേണ്ടതല്ലേ. ഇപ്പോഴെങ്കിലും സാറിന് ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മ ഉണ്ടായിരുന്നു, പറയാന്ന് വിചാരിച്ചതാ. ശരി, കേക്ക് ഓർഡർ ചെയ്തോ? ഓ, അത് വിളിച്ചു പറയാം. നീ ആ ഫോൺ എടുത്തേ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. എബി പറ. കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഞാനൊരു പുറകത്തിനുണ്ട്, ഡോൺ വറി. ഓക്കെ. ഹലോ, നമ്മുടെ അരുണെ ബേക്കറിയിലല്ലേ ഉള്ളത്? അതെ, ബേക്കറിയിലുള്ളത്. ആരാ? ആ, ഞാനാ, മനുവാ. ആ മനു, പറ. നാളെ എനിക്ക് ഒരു വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോക്ക് ഒരു കേക്ക് എത്തിക്കണം. എന്താണ് കുട്ടിയുടെ പേരെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് അയച്ചോട്ടോ. ബർത്ത്ഡേ കേക്ക് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ അല്ല, ഒരു വെഡിങ് ആനിവേഴ്സറി. ചെലവിട്ടോ, മറക്കണ്ട. ആ, അത് ഞാൻ പറയാം. ഓക്കെ, കൊടുത്തയച്ചേട്ടോ. ഓ, ഈ നശിച്ച കറണ്ട് ഇന്നും പോയോ? മനു, എത്ര വട്ടം ഞാൻ പറഞ്ഞതാ ഇൻവെർട്ടർ ഒന്ന് ശരിയാക്കണോന്ന്. ആ, നമുക്ക് ശരിയാക്കാടി. പിന്നെ ആ ഡോറും അങ്ങ് അടച്ചേക്കെ. മനു, എന്താ പുറത്തൊരു സൗണ്ട്? അത് വേറെ കുഴപ്പമൊന്നുമില്ല, നീ പോയി കിടന്നോ, ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, മനു അല്ലേ? അതെ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ആരാണ്? നീ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കണം. മനസ്സിലായില്ല. നിനക്കെന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ല? ഇല്ല. ആരാ? നിന്റെ കഴിഞ്ഞ കാലങ്ങൾ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താ കാര്യം? നിനക്ക് ടെൻഷൻ ആയോ മനു? കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ വഴിയെ മനസ്സിലാക്കി തരാം. നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നും കൂടെ പറയൂ, മനസ്സിലായില്ല. കളിക്കാതെ കാര്യം പറയൂ, നിങ്ങൾ ആരാണെന്ന്. എനിക്കൊരു കാര്യം അറിയണം. ഓ, എന്താണ്, ചോദിച്ചോളൂ. നിനക്ക് സുഖം തന്നെ അല്ലേടാ? എന്ത്? പേടിച്ചോ? നാളെ നിന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ആ, അതെ. അതിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി? പക്ഷെ നിങ്ങൾ ആരാണ്? നിന്റെ എല്ലാ കാര്യവും എനിക്ക് വളരെ വ്യക്തമായി അറിയാം. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവൂടാ. ഹലോ, ഹലോ, ഹലോ. ശേ, നാളെ നിന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? മനു, ഉറങ്ങുന്നില്ലേ? ഞാൻ ഉറങ്ങിക്കോളാം, നീ കിടന്ന് ഉറങ്ങിക്കോ. എന്നാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യേ. അത് ഞാൻ ഓഫായിക്കോളാം, വെയിറ്റ് ചെയ്യേ, ഞാൻ ഓഫായിക്കോളാം. നിന്റെ എല്ലാ കാര്യവും എനിക്ക് വളരെ വ്യക്തമായി അറിയാം. മനു, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാവേ. അപ്പോഴേക്കും നീ ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോളണേ. നിന്റെ അടുത്ത് ക്യാഷൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ GP ചെയ്ത് തരാം. ഏയ് വേണ്ട, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്.
ആ പിന്നെ ആ വണ്ടിയുടെ പഞ്ചറൊന്ന് റെഡിയാക്കിയേക്കണേ, ഞാൻ വരുമ്പോഴേക്കും. ഓ അത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിനക്കിപ്പോൾ തന്നെ പോകണോ? വൈകുന്നേരം നമുക്ക് ഒന്നിച്ച് പോയാൽ പോരെ? എന്താ മനു, ഇപ്പോഴേ ഞാൻ മാത്രം പോവാം, പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. ഹലോ, നീ എവിടെയാടി? വീട്ടിലുണ്ടോ? വണ്ടിയുണ്ടോ വീട്ടിൽ? ഞാനിന്ന് അങ്ങോട്ട് വരുവാണേ, എനിക്ക് വണ്ടി ഒന്ന് എടുക്കണം. ഹലോ, ആരാ? എന്താ മനു, നിനക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായില്ല? നീ ആരാണ്? ഇന്നലെ മുതൽ നീ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ടല്ലോ. നീ ആരാണ്? അപ്പൊ ഞാൻ നിനക്കൊരു ശല്യമായല്ലേ? അതല്ല, നീ ആരാണെന്ന് പറയേ. നീ വെറുതെ ആളെ ടെൻഷൻ ആക്കല്ലേ. ടെൻഷനിന് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളു മനു. ഇത് വലിയ ശല്യമല്ലോ. ഓ, ഇന്ന് നിന്റെ ജീവിതത്തിലെ സ്പെഷ്യൽ ദിവസമല്ലേ? അതെ. നിന്റെ വെഡിങ് ആനിവേഴ്സറി. നിന്റെ ഭാര്യ നിനക്കായി ഗിഫ്റ്റ് വാങ്ങാൻ പോയിരിക്കല്ലേ? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അതെല്ലാം ഞാൻ അറിയും മനു. അവൾ ഒറ്റക്കല്ലേ പോയിരിക്കുന്നേ. നീ എന്തിനതൊക്കെ അറിയുന്നത്? നീ ആരടി പുല്ലേ ഇതൊക്കെ അന്വേഷിക്കാൻ? നീ അത്ര പെട്ടെന്നൊന്നും അറിയണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞുതരാം. നിന്റെ ജീവിതത്തിലെ ഓരോ നീക്കങ്ങളും ഞാൻ അറിയുന്നുണ്ട് മനു. സമാധാനം എന്താന്ന് നീ ഇനി അറിയില്ലടാ നിന്റെ ജീവിതത്തിൽ. സത്യത്തിൽ നിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ നിന്നൊരു കേക്കിന് ഓർഡർ ചെയ്തിരുന്നു, അത് കൊണ്ടുവന്നതാണ്. ഹലോ, പറഞ്ഞോ മനു. നീ ഇതെവിടെ? ഞാനിവിടെ നമ്മുടെ ടൗണിലെ JK ഹോളിവുഡില്. കഴിയാറായില്ല ഇതുവരെ. നീ നീ കഴിച്ചായിരുന്നു വല്ലതും? അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. ആ ശരി, വേഗം വാ. ശരി എന്നാ, ഓക്കെ, വയ്ക്കുവാണേ. പണ്ടാറടക്കാനായിട്ട് ഒരാവശ്യ സമയത്ത് വിളിച്ച അവളെ ഫോൺ എടുക്കൂല, അവളിങ്ങോട്ട് വിളിക്കൂല. സാർ. എന്താടോ, ആരാ? സാർ വർക്ക്ഷോപ്പിലോട്ട് വിളിച്ചിരുന്നു, വണ്ടി കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട്. ആ വിളിച്ചിരുന്നു. ആ വണ്ടിയുടെ കീ ഒന്ന് തരാമോ? പഞ്ചറായ വണ്ടിക്ക് എന്തിനാടോ ചാവി? എന്നാ ചാവി. സാറേ, വണ്ടിക്ക് വേറെ എന്തോ കംപ്ലൈന്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാ. വണ്ടിയുടെ കാറ്റ് കുറവാവാനാ സാധ്യത. ഹലോ മനു, ഭാര്യ നിനക്കുള്ള ഗിഫ്റ്റുമായി തിരിച്ചെത്തിയോ വീട്ടിൽ? പ്ലീസ്, നീ ആരാന്ന് പറയേ. നീ എന്തിനാ എന്നിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്നേ? വട്ടം കറക്കാനോ? ഞാനോ? എനിക്ക് വേണ്ടത് അവളെയാ. അവളെ ഞാൻ എടുക്കും. നീ ഏതടി പുല്ലേ? കുറെ നേരമായല്ലോ മനുഷ്യന്റെ പുറകെ ഇങ്ങനെ നടത്തിട്ട് ചുറ്റി കളിക്കണ്. വെച്ച് പോടി ഫോൺ അവിടെ. മനു, നീ ഇതെവിടെയായിരുന്നു? എത്ര നേരം ഞാൻ വിളിക്കുന്നത്? ഫോണെങ്കിലും ഒന്ന് അത്യാവശ്യം നിനക്ക് എടുത്തൂടെ? ഏട്ടാ ഭയങ്കര തിരക്കായിരുന്നു. ഫോൺ സൈലന്റും ബാഗിനുള്ളിലുവാ. പിന്നെ ഞാനെങ്ങനെ ഫോൺ എടുക്കും? എനിക്ക് നല്ല വിശപ്പ്. ഏട്ടനൊന്നും കഴിച്ചിട്ട് തോന്നണം. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എടി മീനു, നീ ഇതെവിടെ? ദേ വരുവാ. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. എന്തായാലും നമുക്ക് അടുത്ത വർഷത്തെ പരിപാടി കുടുംബസമേതം എല്ലാരും നമ്മുടെ ഉണ്ടാവും. എന്തായാലും അതെ. പ്രാവശ്യം നമുക്ക് ചേട്ടാ അടുത്ത വർഷം നമുക്ക് എല്ലാരെയും വിളിക്കണം. വാ വാ. ആ പതുക്കെ പതുക്കെ. ആ പതുക്കെ. പോയിട്ടോ.
ആരായിരുന്നു? ആ സാർ ഒരു കേക്ക് ഓർഡർ ചെയ്തായിരുന്നു. കേക്കോ? കേക്ക് ഇവിടെ കിട്ടിയാലോ മോനെ? നമ്മുടെ ഷോപ്പിൽ നിന്ന് ആരും കേക്ക് കൊണ്ടൊന്നുമില്ല. വട്ടം കിടക്കാനോ? ഞാനോ? എനിക്ക് വേണ്ടത് അവളെയാ. അവളെ ഞാൻ എടുക്കും. മനു മനു മീനു 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 മോളെ മീനു മനു മീനു മീനു എന്തിടി കണ്ണൂർക്ക് മീനു മീനു ചോ- മീനു മോളെ എന്താണ് കണ്ണൂർക്ക് മോളെ മീനു മീനു കണ്ണൂർക്ക് സാറേ മീനു മീനു മനു, നിനക്കിപ്പോ മനസ്സിലായില്ലേ കാര്യങ്ങൾ? നിന്നോട് അവള് എന്ത് തെറ്റാടി ചെയ്തത്? നീ ആരാടി? ഞാൻ ആരാന്നോ? നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? നീ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞാനാടാ ഗൗരി. ഗൗരി?